ക്യാൻസറിന്റെ ഒരു മുഴ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു തരം സ്റ്റെം സെല്ലായിരിക്കില്ല, പലതരം സ്റ്റെം സെല്ലുകളായിരിക്കാം, പലതരം ക്യാൻസർ സെൽ, അതിന്റെ എല്ലാം മൊത്തമായ ഒരു കട്ടിയാണ്. അതാണ് പല കളറുകളായിട്ട്. ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഓരോ സെല്ലുകളെയും എടുത്ത് ഓരോ എലികൾക്കും ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഓരോന്നിനും മുഴ വന്നു കഴിഞ്ഞു. പക്ഷേ ചില എലികൾക്ക് മുഴ വന്നില്ല. കാരണം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, സ്റ്റെം സെൽ കുത്തിവെച്ചാൽ മാത്രമേ ക്യാൻസർ ഉണ്ടാവൂ. ക്യാൻസർ സെല്ലുകളെ കുത്തിവെച്ചാൽ ക്യാൻസർ ഉണ്ടാവില്ല. അപ്പൊ അസുരവിത്താണ് കാരണം. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് സയന്റിസ്റ്റുകൾ ഇറക്കിയ ഒരു ഡേറ്റയാണ്. സ്റ്റെം സെൽ ഇല്ലാത്ത ക്യാൻസറുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആയുസ് നീട്ടിയുണ്ടാവും, സർവൈവൽ റേറ്റ് കൂടുതലാണ്. പക്ഷെ സ്റ്റെം സെൽ സ്ട്രോങ് ആയിട്ട് വിഭജിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് ആയുസ് വരും. അതുകൊണ്ടാണ് ചില ക്യാൻസറുകളിൽ പെട്ടെന്ന് ആള് മരിക്കും, ചിലർക്ക് കൂടുതൽ ആയുസ് ഉണ്ടാവും. സൊല്യൂഷൻ ഇനി എന്താണ് പ്രതിവിധി? ഇപ്പൊ സയന്റിസ്റ്റുകളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും പരക്കം പായുന്നത് ഏത് മരുന്ന് ഉപയോഗിച്ചാണ് ഈ സ്റ്റെം സെല്ലെ നശിപ്പിക്കാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിമിഷം വരെ ഇതുവരെ ആർക്കും അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിരാശപ്പെടണ്ട, നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്. ഈ ഭാരതത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ട്. ടേമറിക് സ്മാർട്ട് കിൽ പ്രോപ്പർട്ടീസ് പുട്ട് കീമോ ആൻഡ് റേഡിയേഷൻ ടു ഷെയിം. മഞ്ഞളുടെ മുൻപിൽ കീമോ റേഡിയേഷന് നാണിച്ചു നിൽക്കേണ്ട ഗതികേടായി. കാരണം റേഡിയേഷനും കീമോനും സ്റ്റെം സെല്ലിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് ആകെ ഒരേ ഒരു മരുന്ന് മഞ്ഞൾ മാത്രമാണ്. ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. ആ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് പ്രധാനമായി കൊടുക്കുന്ന വസ്തു എന്തെന്നാൽ മഞ്ഞളും കുരുമുളകും. ആ കുരുമുളക് മഞ്ഞളിനോടൊപ്പം ചേരുമ്പോൾ ആ റിസർച്ച് പേപ്പർ പറയുന്നു, ബ്ലാക്ക് പെപ്പർ ഇൻക്രീസസ് ടേമറിക്സ് മെഡിസിനൽ പ്രോപ്പർട്ടി 5000 ഫോൾഡ്സ്. 5000 മടങ്ങ് ശക്തി വർദ്ധിപ്പിക്കും. ദൈവത്തിനാണ് മഞ്ഞൾ നമ്മൾ ഇട്ടെറിഞ്ഞു കൊടുത്തിട്ട് നമ്മളൊന്നും കഴിക്കാണ്ട് തിരിച്ചു പോരുന്ന, അതാണ് അന്ധവിശ്വാസം. ദൈവത്തിന് മഞ്ഞളോ കുരുമുളകോ ആവശ്യമില്ല, നമ്മൾക്കാണ് ആവശ്യം.